പരിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ പകലിൽ നമ്മൾ പിടിക്കുന്ന നോമ്പ്, ആ നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നമുക്ക് കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നോമ്പിൻ്റെ സുന്നത്തുകൾ നമ്മൾ എടുത്താൽ തന്നെ നോമ്പിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും. റമദാനിൽ നമ്മൾ പിടിക്കുന്ന നോമ്പ്, ആ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ചില ചെറുപ്പക്കാർ അവർ പരിശുദ്ധമായ റമദാനിൽ രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം നേരെ പള്ളിയുടെ പുറത്തേക്ക് പോകും. പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയിട്ട് വാട്സപ്പ് നോക്കുന്നു, ഫേസ്ബുക്ക് നോക്കുന്നു, ഒന്ന് ഒളുവൊക്കെ എടുത്ത് വരുന്നു, ഒന്ന് മൂത്രമൊഴിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് പതുക്കെ വരുമ്പോൾ അവിടെ തറാവീഹ് നമസ്കാരം തുടങ്ങിയിട്ടുണ്ടാകും. അവർ ആ സമയത്ത് അതിശക്തമായ ഒരു സുന്നത്താണ് നഷ്ടപ്പെടുത്തുന്നത്. അത് വലിയ നഷ്ടമാണ്. എന്താണ് ആ സുന്നത്ത്? സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് ഒരുപാട് അനാവശ്യ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റങ്ങൾ, കുറവുകൾ, അതുപോലെ ഏഷണി, പരദൂഷണം, അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, ഒരാൾക്കെതിരെ കേസെടുത്തു, അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അതൊന്ന് ഫോർവേഡ് ചെയ്യാൻ നമ്മളൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ മറ്റൊരു ഗ്രൂപ്പിലേക്കോ മറ്റൊരാൾക്കോ അയച്ചാൽ നമ്മുടെ നോമ്പിന് സംഭവിക്കുന്നത് വൻ നഷ്ടമാണ്. എന്താണെന്നറിയണോ? പല ഉമ്മമാരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉസ്താദെ, ഞങ്ങളൊരു ഖത്മുൽ ഖുർആൻ തുടങ്ങിയിട്ടുണ്ട്, അതൊരു 10 ജുസ് ആയി. അപ്പോൾ ഈ ഖത്ം തീർക്കാതെ, ഈ ഒരു ഖത്മുൽ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കാതെ അടുത്ത ഒരു ഖത്തം തുടങ്ങാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സംശയത്തിനുള്ള മറുപടി വ്യക്തമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. പരിശുദ്ധമായ നോമ്പ്, ആ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടാൻ ആ നോമ്പിൻ്റെ സുന്നത്തുകൾ നമ്മൾ പൂർണ്ണമായും പാലിക്കുക. നോമ്പുകാരന് സുന്നത്തായ ഏകദേശം മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. റഹ്മത്തിൻ്റെ പത്തിലൂടെയാണല്ലോ നമ്മളൊക്കെ കടന്നു പോകുന്നത്. വിശുദ്ധമായ ഈ റമദാനിൽ നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മൾ ചെയ്യുന്ന, നമ്മൾ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധമായ നോമ്പ്, ആ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ പകലിൽ പട്ടിണി കിടക്കലല്ല നോമ്പ്. അതിന് വെറും പട്ടിണി കിടക്കൽ എന്നാണ് പേര് പറയുന്നതെങ്കിലും വ്രതം, നോമ്പാവണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നോമ്പുകാരന് കറാഹത്താകുന്ന ചില കാര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നോമ്പിൻ്റെ പകലിൽ, നോമ്പുകാരനായിരിക്കെ റമദാനിൻ്റെ പകലിൽ അവൻ ചെയ്യേണ്ട ചില സുന്നത്തുകളെ പറ്റിയാണ്. മാത്രമല്ല ആ നോമ്പുകാരൻ അവൻ രാത്രിയാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദമായി പറയുമ്പോൾ പല കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഉസ്താദെ, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, ഇതൊക്കെയാണോ വലിയ ഹൈപ്പായിട്ട് പറയുന്നത് എന്നാരും ചിന്തിക്കേണ്ട. ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്, ഇതൊക്കെ സുന്നത്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമതായി മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു, നോമ്പുകാരന് സുന്നത്തായ കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടത് സമയമായാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുക. നോമ്പ് പിന്തിപ്പിക്കൽ കറാഹത്താണ്, അത് വലിയ ഒരു അബദ്ധമാണ്. നോമ്പുകാരൻ സമയമായാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കൽ ശക്തിമത്തായ സുന്നത്താണ്. ഇതിപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ കാരക്ക കഴിച്ച് നോമ്പ് തുറക്കുന്നു, അതിനിപ്പോൾ എന്താ? അത് സുന്നത്താണ്. പക്ഷെ അത് നമുക്കറിയില്ല. ആ സമയമായാൽ, അതായത് ബാങ്ക് വിളിക്കുക എന്നല്ലല്ലോ, ബാങ്ക് വിളിക്കൽ അത് സമയമായി എന്നതിൻ്റെ ഒരു അറിയിപ്പാണ്. ഇപ്പോൾ 6:30 ബാങ്കെങ്കിൽ 6:30 നോമ്പ് തുറക്കുക. അതായത് സമയമാകുമ്പോൾ പിന്നെ അതിൽ നിന്നും പിന്തിപ്പിക്കാതെ. ചില ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂല്ലോ, കുറച്ച് കഴിഞ്ഞാലും തുറക്കാമല്ലോ എന്നുള്ള ഒരു ചിന്ത, അത് പാടില്ല.
അത് ആണിനും പാടില്ല, പെണ്ണിനും പാടില്ല. പ്രത്യേകിച്ച് വീട്ടിലുള്ള ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് എന്ത് തിരക്കാണെങ്കിലും നിങ്ങൾ അതൊക്കെ മാറ്റിവെച്ച് ആ സമയമായാൽ ഒരു കാരക്കയെങ്കിലും കഴിച്ച് വെള്ളമെങ്കിലും, ഒരു ഇറുക്ക് വെള്ളമെങ്കിലും കുടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കണം. അത് ശക്തിമത്തായ സുന്നത്താണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയമായാൽ വേഗത്തിൽ നോമ്പ് തുറയാക്കുക. ചില ആളുകൾ ബാങ്ക് കഴിഞ്ഞിട്ട്, അതായത് ബാങ്ക് മൊത്തം വിളിച്ച് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കും. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ബാങ്ക് വിളി അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് നോമ്പ് തുറന്നേക്കുക. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകളുണ്ട്, ഒരുപാട് സുന്നത്തുകളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഒരു വീഡിയോയിൽ പറഞ്ഞതാണെങ്കിലും പല ആളുകളും അത് വീണ്ടും ശ്രദ്ധിക്കാതെ പോകുന്നു. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അതിങ്ങനെ കഴിക്കൽ, എങ്ങനെയെങ്കിലും അത് വയറ്റിലാക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അവിടെ സുന്നത്തോ ഫർദോ ഒന്നും നോക്കാറില്ല. അതല്ല, നമുക്ക് അല്ലാഹു തആല പകലിൽ അല്ലാഹുവിൻ്റെ ആ വലിയ വിധിക്ക് നമ്മൾ കീഴ്പ്പെടുത്തിക്കൊണ്ട്, നമ്മൾ കീഴൊതുങ്ങിക്കൊണ്ട്, നമ്മൾ അല്ലാഹുവിൻ്റെ വലിയ തീരുമാനത്തിൽ അമർന്നുകൊണ്ട് നോമ്പുകാരായിരിക്കെ നോമ്പ് തുറയുടെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, അത് നോമ്പ് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും കരസ്ഥമാക്കുന്നതിൽ നിന്നും നമ്മെ മാറ്റി നിർത്തും. അതുകൊണ്ട് നമ്മൾ പകലേതായാലും ഹറാമുകൾ സൂക്ഷിച്ച് ഹലാലുകൾ ചെയ്ത് നിസ്കാരമൊക്കെ ചെയ്ത് അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ വന്ന് അവസാനം നോമ്പ് തുറയുടെ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ആ രാവിലെ മുതൽ പിടിച്ച ആ നോമ്പിൻ്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടാതെ പോയേക്കാം. അതുകൊണ്ട് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നോമ്പ് തുറക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞായിരിക്കണം നോമ്പ് തുറക്കേണ്ടത്. അത് കാരക്കയാവട്ടെ, ഈത്തപ്പഴമാവട്ടെ, വെള്ളമാവട്ടെ, എന്താണോ ആദ്യം കഴിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ ദിക്ർ നമ്മൾ മറന്നു പോകാൻ പാടില്ല. പല ആളുകളും ബാങ്ക് വിളിച്ച് ഉടൻ തന്നെ അങ്ങോട്ട് കഴിക്കുന്നതല്ല പ്രശ്നം, മറിച്ച് ആ ഒരു ബിസ്മി പറയാൻ മറന്നു പോകാൻ പാടില്ല. മാത്രമല്ല വലത് കൈ കൊണ്ടാവണം. ചില ആളുകൾ വലത് കൈയിൽ കാരക്കയും ഇടത് കൈയിൽ വെള്ളവും പിടിച്ചിട്ടുണ്ടാകും. വാങ്കുവിളി കേട്ട ഉടൻ തന്നെ ഇടത് കൈയിലെ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നു. അങ്ങനെയല്ല, എന്താണോ നമ്മൾ നോമ്പ് തുറക്കാനുള്ള വസ്തു അത് വലത് കൈ കൊണ്ടായിരിക്കണം നമ്മുടെ വായിലേക്ക് വെക്കേണ്ടത്. പിന്നെ നോമ്പ് തുറയുടെ സമയത്ത് ചെയ്യേണ്ട 2 ദുആകളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്, വെള്ളം കൊണ്ടാണ് നോമ്പ് തുറന്നതെങ്കിൽ ആ സമയത്ത് അവൻ പറയേണ്ടതാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ലകസുംതു അലാ റിസിഖിക അഫ്തർതു, ആ ദുആ പറയൻ. അപ്പോൾ ദുആകൾ മറന്നു പോകാൻ പാടില്ല. മാത്രമല്ല നമ്മൾ പല വീഡിയോകളും പറഞ്ഞതാണ്, നോമ്പ് തുറയ സമയത്ത് ഒന്നെങ്കിൽ ഈത്തപ്പഴം, അല്ലെങ്കിൽ കാരക്ക, അല്ലെങ്കിൽ വെള്ളം, ഈ 3-4 വസ്തു കൊണ്ടായിരിക്കണം നോമ്പ് തുറക്കേണ്ടത്. ആ നോമ്പ് മുറിച്ച് കളയേണ്ടത് ഈ 3-4 വസ്തു കൊണ്ടാവണം. അത് കഴിഞ്ഞ് സമൂസ, ചായ, കട്ട്ലേറ്റ് എന്താവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. പിന്നെയോ എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ, അതൊക്കെ നമ്മൾ മറന്നേ പോകുന്ന ഒരു സുന്നത്താണ്. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ, കാരക്ക, ഈത്തപ്പഴം, സമൂസ, പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നേരെ പോവാം, നിസ്കാരത്തിലേക്കാണ് പോകുന്നത്, നേരെ നിസ്കാരത്തിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ആ നോമ്പ് തുറയുടെ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ വെള്ളത്തിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളിൽ പല ആളുകളും മറന്നു പോകുന്നുണ്ട്. അത് പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ബാങ്ക് കേട്ടിട്ടാണല്ലോ നമ്മൾ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ആ ബാങ്കിൻ്റെ ജവാബ് കൊടുക്കാൻ പല ആളുകളും മറന്നു പോകുന്നു. അതും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ റമദാൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അമലുകൾ വാരിക്കൂട്ടലാണ് വേണ്ടത്. പ്രത്യേകിച്ച് റമദാനിൻ്റെ നോമ്പ് തുറയുടെ സമയത്തുള്ള ദുആ അള്ളാഹു വലിയ സ്വീകാര്യത ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ കേൾക്കുന്ന ബാങ്ക്, ആ ബാങ്കിൻ്റെ ജവാബ് നമ്മൾ മറന്നു പോകാൻ പാടില്ല. പിന്നെ ബാങ്കിന് ശേഷമുള്ള ദുആ മറന്നു പോകാൻ പാടില്ല. പിന്നെ ഈ സമൂസയും കട്ട്ലേറ്റൊക്കെ കഴിച്ചിട്ടാണല്ലോ നമ്മൾ പിന്നെ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. പല ആളുകളും കഴിച്ച് ചായയൊക്കെ കുടിച്ച് നേരെ നിസ്കരിക്കാൻ പോകലാണ്. അല്ല, അതിനു മുമ്പൊന്ന് വായ കഴുകൽ പ്രത്യേകം നല്ലതാണ്. കാരണം ആ സമൂസയുടെയും പഴംപൊരിയുടെയൊക്കെ തരിയും അതും ഇതൊക്കെ വായിൻ്റെ ഉള്ളിലുണ്ടാകും. എത്ര തന്നെ നമ്മൾ നാവ് കൊണ്ടെടുത്ത് തോണ്ടിക്കളഞ്ഞാലും അത് പോകുവാൻ സാധ്യത കുറവാണ്. പല്ലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നല്ലതുപോലെ വായ കൊപ്പിളിച്ച് കളഞ്ഞിട്ടേ നിസ്കാരത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് അതൊക്കെ വന്ന് നമ്മൾ ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയോ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വളരെ ശക്തിമത്തായ സുന്നത്തായ കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ. ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരുമൊക്കെ ഒരു ഖത്തം തീരാറായ ആളുകൾ വരെ ഉണ്ടാകും. ചിലപ്പോൾ 2ാമത്തെ ഖത്തം തുടങ്ങിയ ആളുകളുണ്ടാകും. പല ആളുകളും ചോദിച്ചൊരു സംശയമാണ്, ഉസ്താദെ ഒരു ഖത്തം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ആ ഖത്തം ഒരു 10 ജുസ് അല്ലെങ്കിൽ 15 ജുസ് ആയിട്ടുണ്ട്, അത് തീരാതെ മറ്റൊരു ഖത്തം തുടങ്ങാമോ?
അപ്പോൾ ഒരു ഖത്തം ഓതി തീരാതെ അടുത്ത ഖത്തം തുടങ്ങാമോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് തീർത്തിട്ടല്ലേ അടുത്ത കാര്യം ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടെ രണ്ട് കാല് രണ്ട് വള്ളത്തിൽ വെക്കുന്നത് പോലെ ആയി പോവരുത്. ചിലപ്പോൾ രണ്ടും പൂർത്തിയാക്കാൻ പറ്റാതെ പോയാൽ തീർന്നില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു ഖത്തം അങ്ങോട്ട് ഓതി തീർക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഓതാം, അതല്ലേ. അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ ഖത്തം എവിടം വരെ തീർത്തു, എവിടം വരെ ഓതി, രണ്ടാമത്തെ ഖത്തം എവിടം വരെ ഓതി, ഇന്ന് ഏത് ഖത്തം ഓതണം, അങ്ങനെ ഒരു തശ്വീഷാകും. അതിൻ്റെ ആവശ്യമില്ല. ആദ്യം ഒരു ഖത്തം അങ്ങോട്ട് ഓതി തീർക്കുക, വേഗത്തിൽ ഓതി തീർക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഖത്തം, പിന്നെ 3 4 ഒക്കെ ഓതാമല്ലോ. അപ്പോൾ അങ്ങനെ ഓതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഓതാതിരിക്കലാണ് ഏറ്റവും ഖൈർ. അപ്പോൾ ഖുർആൻ പാരായണം പരമാവധി വർദ്ധിപ്പിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ദിക്ർ, പരമാവധി നല്ല എപ്പോഴും ദിക്റുകൾ, ദുആകൾ അധികരിപ്പിക്കേണ്ട രാവും പകലുമാണ് റമദാനിൻ്റെ രാവും പകലും. പ്രത്യേകിച്ച് റഹ്മത്തിൻ്റെ 10-ലാണല്ലോ നമ്മളുള്ളത്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. എത്ര തന്നെ നമ്മൾ ചോദിച്ചാലും മതിയാവില്ല. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം രാത്രിയിലും പകലും എപ്പോഴും. പിന്നെയോ പ്രത്യേകിച്ച് റമദാൻ 1 to 30 വരെ പറയൽ പ്രത്യേകം സുന്നത്തായ ഒരു ദിക്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അപ്പോൾ പരമാവധി ഇതല്ലാത്ത ഏതൊക്കെ ദിക്ർ നമുക്കറിയാമോ അതൊക്കെ പറയാം. പ്രത്യേകിച്ച് മഗ്രിബിൻ്റെ സമയത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ദിക്ർ മറന്നു പോവണ്ട. അത് പറഞ്ഞിട്ട് വേണം നമ്മൾ ആ ദുആയിലേക്ക് പ്രവേശിക്കാൻ. എപ്പോൾ ആ നോമ്പ് തുറയുടെ മുമ്പുള്ള ആ ദുആ, മുമ്പ് നമ്മളൊന്ന് ദ്വാരക്കണമല്ലോ. ആ സമയത്ത് ആ ദ്വാക്ക് മുമ്പ് ഈ ദിക്ർ പറഞ്ഞാൽ വളരെ ദ്വാക്ക് ഇജാബത്തുണ്ടെന്നാണ്. പിന്നെ അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. റമദാനിൻ്റെ ഏറ്റവും വലിയ സുന്നത്ത്, ഏറ്റവും വലിയ പദവിയിലേക്ക് ആ റമദാനിൻ്റെ നോമ്പിനെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് ദാനധർമ്മങ്ങൾ. നമ്മുടെ വീട്ടിൽ റമദാനായ ഒരു പിരിവുകാരെങ്കിലും വരാതിരിക്കില്ല. പ്രത്യേകിച്ച് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരാളെങ്കിലും വരും, മസ്റ്റാണ്. അത് അള്ളാഹു നമ്മളെ സ്വർഗത്തിലെ അവകാശിയാണോ അല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ എവിടെയാ എത്തിങ്കാനയുടെ പേര്, എവിടെയാ എത്തിങ്കാന? തിരുവനന്തപുരത്തുള്ള എത്തിങ്കാനക്കാർ ഇവിടെ എന്തിനാ എറണാകുളത്ത് വരുന്നത് അല്ലേ? നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ്. എവിടെ നിന്ന് വരുന്ന? കാസർഗോഡ് നിന്ന് വരുന്ന. ഈ കാസർഗോഡുകാർ എന്തിനാണ് എറണാകുളത്ത് വരുന്നത്? അവിടെ ആളുകളില്ലേ എന്ന് ചോദിക്കും. ഇവിടെ അവിടുത്തെ ആളുകൾക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ മതി, നമുക്ക് വേണ്ടേ സ്വർഗം? അള്ളാഹു താല ചിലപ്പോൾ നമ്മുടെ അടുക്കൽ കൊണ്ടുവന്ന് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത്. ജഡ്ജ്മെൻ്റ് അല്ല റമദാനിൽ വേണ്ടത്. വരുന്നത് ആരാണോ, എന്ത് പിരിവാണോ, നമുക്ക് തട്ടിപ്പാണെന്ന് ഉറപ്പായ നമുക്ക് കൊടുക്കണ്ട. പക്ഷേ നമുക്കറിയില്ലല്ലോ, അയാളുടെ ചുഴിഞ്ഞ് അന്വേഷിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഉള്ളത് 10 രൂപയാണെങ്കിൽ അങ്ങോട്ട് കൊടുത്ത് സന്തോഷത്തോട് കൂടി കൊടുത്തിട്ട് ഒരു ദുആ വസിയത്തൊക്കെ ചെയ്ത് ഇനി ഒന്നുമില്ലേ നല്ല വാക്ക് പറഞ്ഞ് അയാളെ മടക്കുക, നല്ല വാക്ക് പറഞ്ഞ് മടക്കുക. ഇനി കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് അയാളെ സന്തോഷിപ്പിച്ച് വിടുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വരുന്ന ആളുകളെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിന്നാൽ നോമ്പും പോകും, റമദാനും നമുക്ക് നഷ്ടമാകും. ആ കാര്യം ശ്രദ്ധിക്കുക. റമദാനാകുമ്പോൾ പല വീടുകളിലും ഈ സ്ത്രീകൾ വരാറുണ്ട്, പർദ്ദയൊക്കെ ഇട്ടിട്ട് വരും. ചിലപ്പോൾ അത് പാണ്ടികളാവാം, ചിലപ്പോൾ ബംഗാളികളാവാം, ആരാവട്ടെ. വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ അവർ സഞ്ചിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ അരി പ്രതീക്ഷിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരി അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വല്ല ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ചിലപ്പോൾ പൈസ പ്രതീക്ഷിച്ചായിരിക്കും വരുന്നത്. ഒരു 4 പേര് ഒന്നിച്ചാണ്. നമ്മുടെ കയ്യിൽ 50 രൂപയാണ്, 10 രൂപയുടെ നോട്ടില്ല, 5 രൂപയുടെ നോട്ടില്ല, ചില്ലറ പൈസയില്ല. കയ്യിലുള്ളത് ആകെ ഒരു 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപയുടെ ഒറ്റ നോട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർക്കും കൊടുക്കാതെ വിടരുത്. ആ 50 രൂപ നമ്മൾ ഒരാളുടെ കൊടുത്തിട്ട് ഇത് നിങ്ങൾ വീതിച്ചെടുക്കണം എന്ന നിലയിൽ, നമ്മുടെ ആ ഹക്ക് അങ്ങോട്ട് വീട്ടിയിട്ട് ഇത് നിങ്ങൾ വീതിച്ചെടുക്കണം എന്ന ആ ഒരു പറച്ചിലിൽ അത് മൊത്തം ആ ഹക്ക് അവർക്ക് കിട്ടുന്ന രൂപത്തിൽ അത് കൊടുത്തേക്കുക. അല്ലാതെ ചേഞ്ച് ഇല്ല എന്ന് വിചാരിച്ച് ആർക്കും കൊടുക്കാതിരിക്കരുത്. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ഇഅ്തികാഫാണ്. ഇഅ്തികാഫ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് കയറിയാൽ അവർ ഇരിക്കുന്നതിന് മുന്നേ തന്നെ നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന ആ ഒരു നിയ്യത്ത്, അല്ലാഹു തആലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ ഞാൻ കരുതി എന്ന ആ ഒരു നിയ്യത്ത് മറന്നു പോകരുത്. അപ്പോൾ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത്, പള്ളിയിൽ കയറിയാൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് ഉണ്ടാവണം. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു നിയ്യത്ത് കരുതുക. അല്ലാഹു തആലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം ഭജനമിരിക്കുക എന്നാണ്. ഭജനമിരിക്കുക, അത് വേണ്ട, ഇഅ്തികാഫ് ഇരിക്കുക, നമ്മളവിടെ ഇരിക്കുക. എന്നിട്ട് ഉറങ്ങിയാലോ അല്ലെങ്കിൽ ഖുർആൻ ഓതിയാലോ നിസ്കരിച്ചാലോ എന്താണെങ്കിലും പ്രതിഫലമാണ്. പിന്നെ 7ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. റമദാനിൻ്റെ പകലിൽ കുളിക്കുന്നതിനേക്കാൾ ഖൈർ റമദാനിൻ്റെ രാത്രിയിൽ കുളിക്കലാണ്. പ്രത്യേകിച്ച് അത്താഴ സമയത്തൊക്കെ കുളിക്കൽ സുന്നത്താണ്.
എന്താ അവിടെ സുന്നത്ത് വെച്ചിരിക്കും? നമ്മൾ ആരും ആ സമയത്ത് കുളിക്കാൻ പോകാറില്ല. കാരണം എന്താണ്? നല്ല തണുപ്പായിരിക്കും. പിന്നെ ഒന്നാമത് ഉറക്കത്തിൻ്റെ ക്ഷീണമായിരിക്കും അല്ലേ? പല ആളുകൾ ആ സമയത്ത് ഒതു എടുക്കുന്നത് തന്നെ ഒരു കണക്കിനാണ്, പിന്നെയല്ലേ കുളിക്കൽ. പക്ഷേ ആ സമയത്ത് കുളിക്കൽ സുന്നത്താണ്. കാരണം ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ നല്ല ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി അള്ളാഹിൻ്റെ ഹബീബ് എപ്പോഴും ആ ഒരു സമയത്ത് കുളിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ ജനാബത്തുള്ള ആളുകളാണെങ്കിൽ, വലിയ ശുദ്ധിക്കാരാണെങ്കിൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത്താഴത്തിന് മുമ്പ് ഒന്ന് കുളിക്കൽ സുന്നത്ത്. അത്താഴത്തിന് മുമ്പ് അവരുടെ വലിയ അശുദ്ധിയുടെ കുളിക്കൽ സുന്നത്താണ്. ഇനി അത്താഴം കഴിച്ചിട്ട് വേണമെങ്കിൽ കുളിക്കാം, കുഴപ്പമില്ല. മിക്ക ആളുകൾക്കുമുള്ള സംശയം, ഉസ്താദേ ഞങ്ങൾ രാത്രി ജനാബത്തുകാരനാകും അല്ലെങ്കിൽ ജനാബത്തുകാരിയാവും, വലിയ ശുദ്ധിക്കാരനോ കാരിയോ ആവും, ആ സമയത്ത് കുളിക്കാതെ ഞങ്ങൾക്ക് അത്താഴം കഴിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കാമോ? നോമ്പിലേക്ക് ഇങ്ങനെ കുളിക്കാതെ പ്രവേശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഏതായാലും നമുക്ക് സുബഹി നമസ്കരിക്കണമല്ലോ. സുബഹി നമസ്കരിക്കണമെങ്കിൽ എന്താവണം? വലിയ ശുദ്ധിയുടെ നിയ്യത്ത് വെച്ച് നമ്മൾ കുളിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കുളി അത്താഴത്തിന് മുന്നേ ആക്കൽ, അതായത് അത്താഴത്തിൻ്റെ സമയത്ത് തന്നെ, ആ സുബഹിക്ക് മുമ്പുള്ള സമയത്ത് തന്നെ ജനാബത്തുകാരനും ജനാബത്തുകാരിയും കുളിക്കൽ, ആ നിയ്യത്ത് വെച്ച് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ കാര്യം മറന്നു പോകണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും റമദാനാണ്, ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ്, ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് എന്താണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വന്നാൽ ഒരൊറ്റ വാക്ക്, ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, എന്നെ വിട്ടേക്ക്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പോവുക. ആര് ദേഷ്യപ്പെട്ടാലും അങ്ങോട്ട് ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. ദേഷ്യപ്പെട്ടാൽ എന്താ? നമ്മുടെ നോമ്പ് തന്നെയാണ് അത് ബാധിക്കുക. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയോ, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കുക. ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ, പള്ളിയിൽ ഇപ്പോൾ നോമ്പ് തുറ, അപ്പോൾ അതിന് സഹായിക്കാനൊക്കെ പ്രത്യേക ആളുകളെ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇപ്പോൾ നോമ്പ് തുറന്നിട്ട് പോകുമ്പോൾ 2-3 ഗ്ലാസ് അവിടെ ഇരിക്കുകയാണ്. 2-3 ഗ്ലാസ് ആരോ ചായ കുടിച്ചിട്ട് അവിടെ കഴുകാതെ വെച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഗ്ലാസും കൂടെ എടുത്തു കൊണ്ടുപോയി എവിടെയാണോ കഴുകേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കൽ. അതൊരു സഹായമാണ്, അതൊരു സുന്നത്താണ്. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് സഹായിക്കുക. പ്രത്യേകിച്ച് വീട്ടിൽ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് വാപ്പമാര് ഉപ്പമാര് സിറ്റൗട്ടിൽ ഒളുവൊക്കെ എടുത്ത് വലിയ ദിക്റും തസ്ബീഹൊക്കെ ചൊല്ലി അങ്ങനെ ഇരിക്കും. അടുക്കളയിൽ കിടന്ന് ഉമ്മമാര് നല്ല കഷ്ടപ്പാടാണ്. അവരങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, പത്തിരി ചുടണം, ഇറച്ചി വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം, ഭയങ്കര തിരക്കാണ്. പക്ഷേ പല ഉമ്മമാർക്ക് ഇന്ന് ഭയങ്കര സുഖമാണ്. എന്താണ്? വീടിൻ്റെ അടുത്ത് തന്നെ പത്തിരിക്കടയുണ്ട്, ഇറച്ചിക്കടയുണ്ട്. അതുകൊണ്ട് ഇറച്ചിയും പത്തിരിയൊക്കെ പാഴ്സലായിട്ട് വാങ്ങാം. പക്ഷേ അടുക്കളയിൽ ചെയ്യുന്ന ജോലി, നോമ്പ് തുറയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ജോലിയുണ്ടോ അതിലൊന്ന് സഹായിക്കുക. അത് പ്രത്യേകം സുന്നത്താണ്. അത് ആണിനും സുന്നത്ത്, പെണ്ണിനും സുന്നത്ത്, ചെറിയവർക്കും വലിയവർക്കും. നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യം, ആ പ്ലേറ്റ് കൊണ്ടുവന്ന് അവിടെ എടുത്തു വെക്കുക, കറി കൊണ്ടുവന്ന് എടുത്തു വെക്കുക, അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. പിന്നെ തറാവീഹ് നിസ്കാരത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. തറാവീഹ് നിസ്കാരം അതിശക്തമായ സുന്നത്താണ്. ചില ആളുകൾ, എൻ്റെ ചില ചെറുപ്പക്കാരോട് പറയാനുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം, അതായത് ചിലവർ ഇഷാക്ക് വരും, ഇഷാ നമസ്കരിക്കാൻ ജമാഅത്തിനുണ്ടാകും. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ്, ഇഷായുടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് പതിയെ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങും. ഒന്ന് വെറുതെ അവിടെ ഇവിടെയൊക്കെ പോയി വാട്സപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് തറാവീഹ് തുടങ്ങുമ്പോൾ നേരെ വന്ന് തറാവീഹിൽ കൂടും. ഇഷായിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് അവർ നിസ്കരിക്കാറില്ല. ഞാൻ പറയട്ടെ, എത്ര നമ്മൾ തറാവീഹ് നമസ്കരിച്ചാലും ഈ ഇശായിന് ശേഷമുള്ള ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൻ്റെ 7 അയൽവക്കത്ത് പോലും തറാവീഹ് നിസ്കാരം വരില്ല. എന്ന് വെച്ച് തറാവീഹ് നിസ്കാരത്തിന് ശ്രേഷ്ഠതയില്ല എന്നല്ല, ഭയങ്കര ശ്രേഷ്ഠതയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന 2 റക്അത്ത് സുന്നത്താണ് ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അത് സുന്നത്താണ്. പിന്നെയോ, ചില ആളുകൾ അവർ പറയും, ഉസ്താദേ ഞാൻ ഇന്ന് അത്താഴം കഴിക്കാതെയാണ് നോമ്പ് പിടിച്ചത്, എന്തോ വലിയ കാര്യം കിട്ടിയതുപോലെയാണ്. അല്ല, അത്താഴം ഒഴിവാക്കൽ കറാഹത്താണ്. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പ് എഴുന്നേക്ക്, ബാങ്കിന് മുമ്പ് എഴുന്നേറ്റ് ഒരു കാരക്കയോ കുറച്ച് വെള്ളമോ കുടിക്കൽ, അതെങ്കിലും ഒന്ന് കുടിക്കൽ, ആ സമയത്തെങ്കിലും ഒന്ന് കുടിക്കൽ എന്താണ്? സുന്നത്താണെന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങൾ യൂട്യൂബിലെടുത്ത് നമ്മുടെ ഈ ആരോഗ്യം എന്ന് പറയുന്ന, അതായത് നമ്മൾ നോമ്പ് കാലത്തെ ആരോഗ്യം എന്ന് പറഞ്ഞ വീഡിയോകൾ ഒരുപാടുണ്ടാകും. അത് ഏത് വീഡിയോ എടുത്ത് സെർച്ച് ചെയ്താലും അതിൽ പറയുന്നത്, മുസ്ലിം ഡോക്ടർമാരുണ്ട്, അമുസ്ലിം ഡോക്ടർമാരുണ്ട്, എല്ലാവരും പറയുന്ന കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കേണ്ടത് അത്താഴ സമയത്താവണമെന്നാണ്. കാരണം ഒരു ദിവസം തുടങ്ങുന്നത് അത്താഴം കഴിച്ചിട്ടാണല്ലോ. നമ്മൾ പിന്നെ പകലിൽ ഫാസ്റ്റിംഗ് അല്ലെ, നോമ്പുകാരായിട്ട് 13 മണിക്കൂർ നമ്മൾ ഒന്നും
ഒന്നും കഴിക്കാതെ നിൽക്കുമല്ലേ. അപ്പോൾ ആ ഊർജ്ജം കിട്ടുന്നത് ആ 13 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ നിൽക്കുമ്പോൾ അതിൻ്റെ ഊർജ്ജം കിട്ടേണ്ടത് അത്താഴ സമയത്തുള്ള ഭക്ഷണത്തിൽ നിന്നാണ്. നോമ്പ് തുറക്കുമ്പോൾ കുറേ അടിച്ചു വാരി, പിന്നെ അതുപോലെ തന്നെ തറാവീന് ശേഷം ഒരുപാട് കഞ്ഞിയും പയറൊക്കെ കുടിച്ച് പിന്നെ അത്താഴത്തിന് ഒന്നും കഴിക്കാതിരിക്കാൻ പാടില്ല. അത്താഴ സമയത്ത് എന്തെങ്കിലും കഴിക്കുക. നബി തങ്ങൾ പറഞ്ഞല്ലോ, അത്താഴ സമയത്ത് അത്താഴത്തിൽ ബറക്കത്തുണ്ട്, ആ സമയത്ത് ഇസ്തിഗ്ഫാർ പറയുന്നവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. അപ്പോൾ ആ സമയത്തൊന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും അത്താഴം കഴിച്ച് ഇസ്തിഗ്ഫാറൊക്കെ പറഞ്ഞ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച്, അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സുറുമയിടുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്ക് സുറുമയിടൽ സുന്നത്താണ്. അതുപോലെ തന്നെ കുളിക്കുന്ന, അതായത് പകലിൽ കുളിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ, അത്താഴ സമയത്ത് കുളിക്കലാണ്. ആ സമയത്ത് കുളിക്കുന്നവർക്ക് കുളിക്കൽ സുന്നത്താണ്. പിന്നെ സുഗന്ധം പൂശൽ, അത്താഴ സമയത്ത് സുഗന്ധം പൂശൽ വളരെ സുന്നത്താണ്. നമുക്ക് റമളാനിൻ്റെ പകലിൽ നോമ്പുകാരനായിട്ട് സുഗന്ധം പൂശൽ കറാഹത്താണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ അത്താഴ സമയത്ത് കുറച്ച് അത്തർ എടുത്ത് വാരി അങ്ങോട്ട് പൊത്തിയേക്കണം. അപ്പോൾ ചോദിക്കും ഉസ്താദ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്താഴത്തിന് നമ്മൾ തേച്ച അത്തറിൻ്റെ മണം നമുക്ക് റമളാനിൻ്റെ പകലിലും ഉണ്ടാവുമല്ലോ? കുഴപ്പമില്ല. നമ്മൾ തേച്ചത് എപ്പോഴാണ്? അത്താഴ സമയത്തല്ലേ. അപ്പോൾ ആ കറാഹത്ത് അവിടെ വരുന്നില്ല, സുന്നത്താണ് കിട്ടുന്നത്. അപ്പോൾ അത്താഴ സമയത്ത് പരമാവധി ശരീരത്തിൽ സുഗന്ധം പൂശുക, വസ്ത്രത്തിലൊക്കെ സുഗന്ധം പൂശുക. പിന്നെ റമളാനിൻ്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കാൻ കറാഹത്താണ്, ഉപേക്ഷിക്കൽ സുന്നത്തുമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ റമളാൻ മാസത്തിൽ സോഷ്യൽ മീഡിയകൾ വാരിക്കോരി ഉപയോഗിക്കുന്നവരാണ്. എത്ര ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാലും റമളാനിൽ ഭൂരിഭാഗം ആളുകളും സോഷ്യൽ മീഡിയയിലായിരിക്കും. വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മോശം വാർത്തകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പറ്റിയുള്ള വാർത്തകൾ, ഗീബത്ത്, നമീമത്ത്, മറ്റുള്ളവരുടെ അയാൾ അങ്ങനെ ചെയ്തു, അയാളെ പോലീസ് പിടിച്ചു, ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാളെ പോലീസ് പിടിച്ചു. നമുക്കാണെങ്കിൽ അങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ ഒന്ന് കമൻ്റ് ഇടലോ അല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യലോ ചെയ്യാതിരുന്നാൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ്. പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും, അതൊന്ന് ഷെയർ ചെയ്യും, അതൊന്ന് ആ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക, ഇതൊന്ന് ഈ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെ, എത്രയോ ഫോർവേഡ് മെസ്സേജുകളാണ്, മറ്റുള്ളവരുടെ പച്ചയിറച്ചി തിന്നുന്ന എത്രയോ മെസ്സേജുകളുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ ഫോർവേഡ് ചെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ റമളാനിൻ്റെ ചൈതന്യവും റമളാനിൻ്റെ നോമ്പിൻ്റെ വലിയ പ്രതിഫലവും നഷ്ടമായി പോകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റമളാനിൽ എന്നല്ല, എപ്പോഴും പ്രത്യേകിച്ച് റമളാനിൽ മറ്റുള്ളവരെ പറ്റിയുള്ള ഗീബത്ത്, നമീമത്ത്, മറ്റുള്ളവരെ പറ്റിയുള്ള എന്തെങ്കിലും മോശ വാർത്തകൾ കേട്ടാൽ അത് ഫോർവേഡ് ചെയ്യൽ. അപ്പോൾ പറയും, ഉസ്താദ് ഞങ്ങൾ നാവുകൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. പറയണ്ട, നമ്മൾ കൈകൊണ്ട് ചെയ്തില്ലേ. കൈകൊണ്ട് ചെയ്യൽ തന്നെ എന്താണ്, അത് പലപ്പോഴും നോമ്പ് നമുക്ക് ഫസാദായി പോകുന്ന, നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ, നോമ്പ് മുറിയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നോമ്പിൻ്റെ പ്രതിഫലത്തെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എല്ലാത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ഫോർവേഡ് ചെയ്യാതിരുന്നാൽ വലിയ സുന്നത്തിൻ്റെ കൂലിയും അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണ്. റമളാനിൻ്റെ രാത്രിയിലും പകലിലും റമളാനിൻ്റെ 1 മുതൽ പറയേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. നമ്മൾ കുറച്ച് താമസിച്ചു പോയി. റമളാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദ് ഈ നോമ്പിൻ്റെ സുന്നത്ത് പറഞ്ഞു, അപ്പോൾ നോമ്പിൻ്റെ ഫർള് എന്താ? നോമ്പിൻ്റെ ഫർള് 2 ഫർളാണ് നോമ്പിന്. ഒന്ന് നീയത്ത്, നമ്മൾ തലേന്ന് രാത്രി വെക്കുമല്ലോ നീയത്ത്. തലേന്ന് രാത്രി വെക്കുന്ന നീയത്ത് ഉണ്ടെങ്കിലേ നോമ്പ് ശരിയാകൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നീയത്താണ്. രണ്ടാമത്തെ നോമ്പിൻ്റെ ഫർളിൻ്റെ രണ്ടാമത്തെ കാര്യം, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ, നമ്മൾ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയായിട്ട്. അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നിയത്തും ശ്രദ്ധിച്ചു, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധിച്ചു. അപ്പോൾ നോമ്പ് കിട്ടി. പക്ഷേ നോമ്പിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ സുന്നത്ത് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.